പക്ഷെ ഇതാദ്യമായിട്ട് ഒരു സ്പോർട്സ് സർജൻ അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്ത് ആദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാൻ അതിനെ കാണുകയാണ്. ഇഞ്ചുറി കഴിഞ്ഞ പ്ലേയേഴ്സിനെ എല്ലാവരും ഒന്ന് ഒന്നിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമാണ്. പിന്നെ അതേപോലെ തന്നെ കുറെ പ്ലേയേഴ്സിന്റെ ഒരു ആഗ്രഹമാണ്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ ഒത്തൊരുമിച്ച് ഒന്നിച്ചൊന്നായി ഒരേ മനസ്സോടു കൂടെ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സര പോരാട്ടങ്ങളെ വരവേൽക്കുമ്പോൾ പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രി സ്പോർട്സ് ഇഞ്ചുറി വിഭാഗവും ഈ ഒരു വലിയ ആവേശത്തിനൊപ്പം പങ്കുചേരുകയാണ്. പരിക്കുകളെ അതിജീവിച്ച് സ്വപ്നവും ജീവിതവും ഒരുപോലെ തിരിച്ചുപിടിച്ച ആ പ്രതിഭകൾ വീണ്ടും കരിങ്കല്ലത്താണി ഫുട്ബോൾ ടർഫിന്റെ ആവേശത്തിൽ ഈ ലോകകപ്പ് ഫുട്ബോൾ ആവേശ പോരാട്ടത്തിനൊപ്പം കിംസ് അൽ ഷിഫയ്ക്കൊപ്പം പന്ത് തട്ടുന്നു. കരിങ്കല്ലത്താണി ടർഫിൽ വെച്ച് സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റിവലിന്റെ മനോഹര ദൃശ്യങ്ങളിലേക്ക്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം സ്പോർട്സ് ഇഞ്ചുറി മേധാവി അബ്ദുള്ള ഖലീൽ കൂടെയുണ്ട്. എന്തായാലും വലിയൊരു ആവേശത്തോടു കൂടെ തന്നെ ഫുട്ബോൾ ലോക പോരാട്ടത്തെ വരവേൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു വ്യത്യസ്തമായ മത്സരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം? ഒരു പരിധി പറഞ്ഞാൽ നമ്മളെ ഇഞ്ചുറി കഴിഞ്ഞ പ്ലേയേഴ്സിനെ എല്ലാവരും ഒന്ന് ഒന്നിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമാണ്. പിന്നെ അതേപോലെ തന്നെ കുറെ പ്ലേയേഴ്സിന്റെ ഒരു ആഗ്രഹമാണ്. നമ്മളെ കൂടെ സർജറി കഴിഞ്ഞ ആളുകൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ കളിക്കുന്ന ആളുകൾക്ക് രണ്ടാമതും ഒന്ന് ഒത്തുകൂടുക, നമ്മളൊരു ഒത്തുകൂടൽ, അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു താല്പര്യം. 3-4 കൊല്ലത്തെ സർജറി ചെയ്ത പേഷ്യൻസിനെയാണ് കാര്യമായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഒരു 100-400 ആളുകളുണ്ട്. പലരും വിദേശത്തും പലരും പലരുടെ ജോലി തിരക്കിലും ഒക്കെയാണ്. അപ്പൊ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരെ ടീമുകളിട്ട്, പ്രത്യേകിച്ചും ഈ നാടിന്റെ ഒരു പൾസാണല്ലോ അർജന്റീന, ബ്രസീൽ എന്നത്. അപ്പോൾ അതിനെ അങ്ങനെയൊക്കെ ആക്കി മാറ്റി തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീനും ചാനൽ 10 പ്രതികരിക്കുന്നു. ഒരുപക്ഷെ ഈ ലോകകപ്പിന് ലോകത്തെവിടെയും നടക്കാത്ത ഒരു കാര്യം പെരിന്തൽമണ്ണയിൽ നടക്കുകയാണ്. കാരണം വളരെ വെറൈറ്റി നിറഞ്ഞ ഒരുപാട് മത്സരങ്ങൾ ഇന്ന് നാടെങ്ങും നമ്മൾ കാണുന്നുണ്ട്. ലോകകപ്പിനോടനുബന്ധമായിട്ട് എല്ലായിടത്തും ഫാൻ ബോർഡുകളാണ്, ആവേശം മലതല്ലുകയാണ്. എങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തമാണ് ഈ വേൾഡ് കപ്പ്. അമേരിക്കയിലാണ് കളി നടക്കുന്നതെങ്കിലും വളരെ ആവേശപൂർവ്വം നമ്മുടെ നാട്ടിലെല്ലാം കളിക്ക് സമാന്തരമായി ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ട് ഒരു സ്പോർട്സ് സർജൻ അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്ത് ആദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാൻ അതിനെ കാണുകയാണ്. അൽ ഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖലീൽ, അദ്ദേഹം ഈ 4 വർഷത്തിനിടയിൽ 300-ലേറെ രോഗികളുടെ സ്പോർട്സിനിടയിൽ പരിക്കേറ്റ, അതേറെയും ഫുട്ബോൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പരിക്കേറ്റവരുടെ സർജറി നടത്തിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹം സർജറി നടത്തിയ ഈ 300-ലേറെ വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും നല്ല ഫുട്ബോളർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 2 ടീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ഞങ്ങളെ ടീം അർജന്റീന, ഒന്ന് ഞങ്ങൾ എതിരാളികളുടെ ടീം, അത് പിന്നെ ബ്രസീൽ ഇവിടെ ഉണ്ട്. ബ്രസീലും അർജന്റീനയുമായി 2 പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. മത്സരാർത്ഥികളായിട്ടുള്ള ഫുട്ബോളേഴ്സ് ആവട്ടെ എല്ലാവരും സർജറിക്ക് വിധേയമായവരുമാണ്.
ഇത് ഒരു വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. ലോകകപ്പിനുള്ള പെരിന്തൽമണ്ണയുടെ സമ്മാനമായി ഞാൻ ഇതിനെ കാണുന്നു. കിംസ് അൽഷിഫയിലെ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഡോക്ടർ ഖലീൽ സർജറി ചെയ്ത് സ്പോർട്സ് ഇഞ്ചുറി പറ്റി സർജറി ചെയ്ത് അത് ക്യൂർ ചെയ്ത ആ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ മാച്ച്. MLA പറഞ്ഞമാര് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യത്തേതായിരിക്കും ഇത്. തീർച്ചയായും ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. രണ്ടാമത് വേൾഡ് കപ്പ് നമ്മളെല്ലാം രാത്രിയിലാണ് മോസ്റ്റ് ഓഫ് നല്ല കളികളൊക്കെ നമ്മളെല്ലാം രാത്രി ഉറക്കൊഴിച്ച് ഇത് കാണുന്നവരാണ്. തീർച്ചയായും ഈ പ്രാവശ്യം ബ്രസീൽ കപ്പ് കൊണ്ടുപോകും. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം കളിക്കളത്തിൽ പരിക്കുപറ്റി പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയ താരങ്ങൾ കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു അഭിമാനത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായ മനോഹരമായ ഒരു ദൃശ്യമാണല്ലോ ഈ ഒരു മൈതാനത്ത് നടക്കുന്നത്. ഇത്തരം ഒരു വ്യത്യസ്തമായ ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ ഒരു വലിയ ആവേശത്തിനൊപ്പം ചേരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡോക്ടറെ കുറിച്ച് സംസാരിക്കാനുള്ളത്? 2022-23 കാലഘട്ടങ്ങളാണ് എനിക്ക് ലിഗ്മെന്റ് പ്രശ്നം വരുന്നത്. അപ്പൊ അത് എവിടെ കൊണ്ടുപോയി കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നൊരു ധാരണയില്ല. ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ഒരു പെട്ടെന്ന് ഇഞ്ചുറി സംഭവിച്ച സമയത്ത് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. പുള്ളി എന്നെ ഒരു മാസം ഒരു പ്ലാസ്റ്റർ ഇട്ട് കിടത്തി. ഞാൻ ആകെ വല്ലാത്തൊരു വിഷമത്തിലായി. ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എന്റെ കാല് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, അൽഷിഫയില് ഖലീൽ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട്, പുള്ളി അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കാണുന്നത്. അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് ഇതേപോലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്താണ്. അപ്പൊ അതിനുശേഷം സർജറി ചെയ്യുമ്പോൾ പുള്ളി ഒരുപാട് എനിക്ക് പേടിയുണ്ടായിരുന്നു. പുള്ളി പേടിക്കണ്ട, ഇതൊക്കെ ചെറിയൊരു പ്രശ്നമുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിയോ ചെയ്തിട്ട് പിന്നെയും കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. ഇപ്പൊ ഞാനത് കുഴപ്പമില്ലാതെ നന്നായിട്ട് കളിക്കുന്നു. അറിയാതെ വന്നു പെട്ടോ. ഐ മീൻസ് ഞാൻ ഒരിക്കലും എന്നോട് ആരും റെക്കമെൻഡ് ഒന്നും ചെയ്തല്ല. ഞാൻ വന്നു, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ട് അപ്പൊ ഞാൻ വന്ന ടൈമിൽ ആ 2 ഡോക്ടർ ഉണ്ടായിട്ട് അപ്പൊ ഞാൻ ആ ഡോക്ടറെ ചൂസ് ചെയ്തു. പക്ഷെ ചൂസ് ചെയ്തതിനു ശേഷം എനിക്ക് അടിപൊളിയാണ്. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് കളിക്കണ്ടേന്നാ ചോദിച്ചു. അതന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ അതിന് മുന്നേ കുറെ ഡോക്ടർമാരെ അടുത്ത് വെറുതെ പോയിക്കണമെങ്കിലും ഒന്നും കളിക്കാൻ പറ്റില്ല പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇത് കളിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഇത് ഓക്കെ ആയിരുന്നു. പരിക്കുകളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും കളിക്കളത്തിൽ തിരിച്ചെത്തിയവർ വലിയ ആവേശത്തോടു കൂടെയാണ് ഈ മൈതാനത്ത് ഇന്ന് നടന്ന ഫുട്ബോൾ ലോകകപ്പ് ആവേശ പോരാട്ടത്തെ വരവേറ്റുകൊണ്ട് പന്ത് തട്ടിയത്. കരിങ്കല്ലത്താണി ടർഫിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ഫുട്ബോൾ ആവേശ പോരാട്ടങ്ങൾക്കൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.